قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولن ينصرن الله من ينصره إن الله لقوي عزيز صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്ലാമിക് ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം ദീനിനെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ ഒരു പാപമാണ്. നമ്മൾ പല ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. ഷിർക്ക് ഗുരുതരമായ ഒരു പാപമായിട്ടാണ് ഇസ്ലാമിക് ഐഡിയോളജി കാണുന്നത്. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ അതാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്. വലാ തുശ്രികു ബില്ലാ, ഷിർക്ക് ചെയ്യരുത്, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, ഷിർക്ക് എന്ന് പറയുന്നത് അങ്ങേയറ്റത്ത കൊടിയ ഗുരുതരമായ ലുൽമാണ്, പാപമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. നമുക്കറിയാം, ഈ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ചുരുങ്ങിയ അർത്ഥത്തിൽ പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഏകനായ ദൈവത്തോടൊപ്പം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഏകനായ ദൈവത്തിന് പുറമേ മറ്റെന്തിലെങ്കിലും മറ്റാരിലെങ്കിലും ദിവ്യത്വം കൽപ്പിക്കുക, ഡിവിനിറ്റി കൽപ്പിച്ചരുളുക എന്നതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഒരു ചുരുങ്ങിയ അർത്ഥത്തിൽ അതാണ്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. ഇതാണ് ഗുരുതരമായ തെറ്റാണ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന ആളുകളാണ് മുശ്രിക്കുകൾ എന്ന് പറയുന്നത്. ഷിർക്ക് ചെയ്യുന്ന ആളുകളെയാണ് മുശ്രിക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷിർക്ക് എന്ന് പറയുന്നതും ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്ക് എന്ന് പറയുന്നതും ഒരു അശ്ലീല പദമല്ല, അത് ഒരു അസഭ്യ വാക്കുമല്ല. ഇപ്പം ഷിർക്ക് ചെയ്യുന്ന ആൾ മുശ്രിക്കാണ്. മുശ്രിക്ക് എന്ന് പറയുന്നത് ഒരു അശ്ലീല പദമല്ല, ഒരു അസഭ്യ വാക്കുമല്ല. മറിച്ച് ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേമാണ്, ഒരു ടെർമിനോളജിയാണ് ഷിർക്ക് അല്ലെങ്കിൽ മുശ്രിക്ക് എന്ന് പറയുന്നത്. ഷിർക്ക് ചെയ്യുന്ന ആൾ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ പോളിതീസം. ഇപ്പോൾ ഏകദൈവ വിശ്വാസത്തെ മോണോതീസം എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ ബഹുദൈവ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നതാണ് പോളിതീസം. അതിൻ്റെ ഖുർആനികമായ ടേമാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് അതിനൊരു അസഭ്യ വാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു അശ്ലീല പദമായിട്ടോ ഒന്നും ആരും കാണേണ്ടതില്ല, നമ്മളും കാണേണ്ടതില്ല. ബഹുദൈവ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളെ പോളിതീസ്റ്റ് എന്ന് പറയും. ഏകദൈവ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളെ മോണോതീസ്റ്റ് എന്ന് പറയും. ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകളെ എത്തീസ്റ്റ് എന്ന് പറയും. ഇതത്ര വ്യത്യാസമുള്ളൂ. അതിന് ഖുർആൻ വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഏകദൈവ വിശ്വാസിക്ക് പറയുന്നത് മുവഹിദ് എന്നാണ്, ബഹുദൈവ വിശ്വാസിക്ക് പറയുന്നത് മുശ്രിക്ക് എന്നാണ്. അത്രേ ഉള്ളൂ, അത്ര വ്യത്യാസമുള്ളൂ. ഭാഷാപരമായ ഒരു വ്യത്യാസം മാത്രമാണ് അതിനകത്തുള്ളത്. അല്ലെങ്കിൽ അതിനെ ഒരു അശ്ലീല പദമായിട്ടോ ഒരു അസഭ്യ വാക്കായിട്ടോ പദമായിട്ടോ ഒന്നും കാണേണ്ടതില്ല. പക്ഷെ ഈ ശിർക്ക് എന്ന് പറയുന്നത്, അഥവാ ഈ ബഹുദൈവ വിശ്വാസം,
ബഹുദൈവാരാധന അല്ലെങ്കിൽ ഏകനായ സൃഷ്ടാവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പാപമായിട്ട് ഇസ്ലാം കാണുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചെയ്യുന്നയാളെ അഥവാ മുശ്രിക്കിനെ ഏതെങ്കിലും അർത്ഥത്തിൽ കൊല്ലാനോ ഏതെങ്കിലും അർത്ഥത്തിൽ ഉപദ്രവിക്കാനോ ഏതെങ്കിലും അർത്ഥത്തിൽ അവനോട് യുദ്ധം ചെയ്യാനോ അതുപോലെ തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ അവൻ്റെ ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കാനോ ഖുർആൻ ഇസ്ലാം വിശ്വാസികളോട് ആവശ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്നില്ല. ഒരാൾ മുശ്രിക്കായി പോയി എന്ന കാരണത്താൽ, ഒരാൾ ബഹുദൈവ വിശ്വാസിയായി പോയി എന്ന കാരണത്താൽ, ഒരാൾ ബഹുദൈവാരാധന നടത്തുന്നു എന്ന കാരണത്താൽ ഒരാളെയും ഉപദ്രവിക്കാനോ ഒരാളെയും ആക്രമിക്കാനോ ഒരാളുടെയും അവകാശം നിഷേധിക്കാനോ ഇസ്ലാം പറയുന്നില്ല. നമ്മൾ ഇത് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ നമ്മൾ ഇത് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് ഇസ്ലാം പറയുന്നത് അവരോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടെ, അങ്ങേയറ്റത്തെ പ്രതിപക്ഷ ബഹുമാനത്തോടെ, അങ്ങേ അറ്റത്തെ ജനാധിപത്യ മര്യാദകളോടെ അവരോട് ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ ഹസൻ. നിങ്ങൾ അവരോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച്, ഇത് ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ് എന്നതിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. അത് വിട്ടിട്ടും അത് സ്വീകരിക്കാൻ അവർ സന്നദ്ധമല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിലപാട് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ മതം എന്ന നിലപാട്, എന്ന സ്റ്റാൻഡ് എടുക്കാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ വകുലിൽ ഹക്കുമിർ റബ്ബിക്കും, അവരോട് പറയേണ്ടത് വകുലിൽ ഹക്കുമിർ റബ്ബിക്കും, നിങ്ങളുടെ സൃഷ്ടാവായ സർവേശ്വരനിൽ നിന്നുള്ള സത്യമാണിത്, നിങ്ങളുടെ ദൈവമായ സർവേശ്വരനിൽ നിന്നുള്ള സത്യമാണിത്, അള്ളാഹുവിങ്കൽ നിന്നുള്ള സത്യമാണിത്. കുലിൽ ഹക്കുമിർ റബ്ബിക്കും, നിങ്ങളുടെ സർവേശ്വരനിൽ നിന്നുള്ള സത്യമാണ് എന്നാണ്. അവിടെയൊക്കെ ഖുർആൻ പ്രയോഗിക്കുന്ന പദം വളരെ അർത്ഥവത്താണ്. ഞങ്ങളുടെ അള്ളാഹുവിങ്കൽ നിന്നുള്ള സത്യം എന്നല്ല പറയുന്നത്, നിങ്ങളുടെ ദൈവത്തിൽ നിന്നുള്ള സത്യമാണിത്, നിങ്ങൾ വിശ്വസിക്കുന്ന സർവേശ്വരനിൽ നിന്നുള്ള സത്യമാണിത്. ഫമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫൽയക്ഫുർ, ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് നിരാകരിക്കാം. ഇതാണ് ആ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ നിലപാട്. അല്ലാതെ ഒരാൾ ബഹുദൈവാരാധന നടത്തി, ഒരാൾ ബഹുദൈവ വിശ്വാസം വെച്ചു പുലർത്തി എന്നതുകൊണ്ടൊന്നും അയാളെ ഉപദ്രവിക്കാനോ അയാളോട് മനുഷ്യത്വപരമല്ലാത്ത രൂപത്തിൽ പെരുമാറാനോ ഒന്നും ഖുർആൻ എവിടെയും ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ആവശ്യപ്പെടുന്നുണ്ട് അവരോട് മാന്യമായി പെരുമാറാൻ, അവരോട് നന്മയിൽ വർത്തിക്കാൻ, അവരോട് സ്നേഹത്തോടെ സമീപിക്കാൻ, സഹവർത്തിത്വത്തോടെ കഴിയാൻ ഒക്കെ വിശുദ്ധ ഖുർആൻ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയർന്നേക്കാം, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യുന്ന കാര്യം ഖുർആൻ പലയിടങ്ങളിലും പറയുന്നുണ്ടല്ലോ. നമ്മൾ ഇതിൻ്റെ ചില ഭാഗങ്ങൾ മുൻ ഖുതുബകളിൽ പറഞ്ഞു പോയതാണ്, ഞാൻ അതിലേക്ക് തിരിച്ചു പോവുകയല്ല. സ്വാഭാവികമായിട്ടും മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യാൻ, വഖാത്തിലുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്നൊക്കെ ഖുർആനിൽ ഉണ്ടല്ലോ. അപ്പോൾ അതെന്താണ് എന്നൊരു പക്ഷേ ന്യായമായും സംശയിച്ചേക്കാം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ സാമാന്യം നല്ല രൂപത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ വിഷയത്തിലുള്ള കൺഫ്യൂഷൻ തീരുകയുള്ളൂ. ഇത് മനസ്സിലാക്കാതെയാണ് ഇസ്ലാമിൽ നിന്ന് ചാടി പുറത്തുപോയവരും ഇസ്ലാമിനെ വിശുദ്ധ ഖുർആനിനെ യഥാവിധി മനസ്സിലാക്കാത്ത ആളുകളും ഇസ്ലാമിൽ മറ്റുള്ള മനുഷ്യരെ, അമുസ്ലിങ്ങളെ കൊല്ലാൻ കൽപ്പിക്കുന്നു, അവരെ ആക്രമിക്കാൻ കൽപ്പിക്കുന്നു, അവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് വേദഗ്രന്ഥത്തെ അതിൻ്റെ ശരിയായ ഒരു കണ്ടക്സ്റ്റിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതിൻ്റെ വിശദാംശവും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കുറച്ചൊക്കെ സൂചിപ്പിച്ചതാണ്. ഇസ്ലാമിൽ വിശ്വാസത്തെ സംബന്ധിച്ച്, മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് യുദ്ധം ചെയ്യുന്ന കാര്യം ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിൽ പല വാചകങ്ങളിലും അതുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അവർ ബഹുദൈവ വിശ്വാസികളായിപ്പോയതിൻ്റെ പേരിലല്ല അവരോട് യുദ്ധം ചെയ്യാൻ പറയുന്നത്. ഇസ്ലാം അംഗീകരിക്കാത്തതിൻ്റെ പേരിലോ മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിലോ അല്ല മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യാൻ ഖുർആൻ പറയുന്നത്. മറിച്ച് ഒരു ജനത അവർ ജനിച്ച നാട്ടിൽ ജീവിക്കാനും അവർക്കിഷ്ടമുള്ള വിശ്വാസം വെച്ചു പുലർത്താനും അനുവദിക്കാതെ അവരെ സായുധമായും അല്ലാതെയും നേരിട്ട് ഒതുക്കാൻ ശ്രമിച്ച
ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്തെല്ലാം പറയുന്നത്. ഒരിടത്ത് പോലും ഒരാൾ ബഹുദൈവ വിശ്വാസിയായി പോയി എന്ന കാരണത്താൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്നൊരു വാചകം ഖുർആനിൽ നിന്ന് മഷിയിട്ട് നോക്കിയാൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. ഖുർആനിൽ അങ്ങനെ ഇല്ല. അത് നമ്മൾ പറഞ്ഞതാണല്ലോ, ആരുടെ മുൻപിലും നമുക്ക് വെല്ലുവിളി ഉയർത്താം, ചലഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു ഖുർആൻ വചനം ഖുർആനിലില്ല. അല്ല, ഒരു ദൈവിക വചനം ഖുർആനിലില്ല. മറിച്ച് ജനിച്ച നാട്ടിൽ തങ്ങൾക്കിഷ്ടമുള്ള വിശ്വാസം മറ്റാർക്കും ഉപദ്രവമില്ലാത്ത വിധം വെച്ചു പുലർത്താൻ പോലും അനുവദിക്കാതിരുന്ന മൗലിക അവകാശങ്ങളാണത്. ജനിച്ച നാട്ടിൽ ജീവിക്കുക എന്നത് ഒരാളുടെ ജന്മപരമായ അവകാശമാണ്. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്ന നമ്മുടെ ജന്മാവകാശമാണ്. കാരണം നമ്മൾ ഇന്ത്യയിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള ഏകദൈവ വിശ്വാസമാണെങ്കിൽ ഏകദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസമാണെങ്കിൽ ബഹുദൈവ വിശ്വാസം, ട്രിനിറ്റി അഥവാ ത്രിത്വമാണെങ്കിൽ ത്രിത്വം, അതിൽ വിശ്വസിക്കാനുള്ള മൗലികമായ അവകാശം നമുക്കുണ്ട്. നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഭരണഘടന അത് അനുവദിച്ചു തരുന്നുണ്ട്. ഇത് മൗലിക അവകാശമായി നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു. ഈ മൗലിക അവകാശത്തെ വകവെച്ചു കൊടുക്കാതിരിക്കുകയും നിരന്തരമായി അവരെ അവിടെ നിന്ന്, അവർ ജനിച്ച നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അവരോട് യുദ്ധം ചെയ്യാൻ ഇസ്ലാം വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത്. കാരണം അത് മറ്റൊന്നുകൂടിയല്ല, ഇന്നത്തെ പോലെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇന്നത്തെ പോലെ കോടതിയൊന്നുമില്ല. മൗലിക അവകാശത്തിന് കൊണ്ടുപോയി കേസ് കൊടുക്കാനോ മൗലിക അവകാശം വകവെച്ച് തരാൻ വേണ്ടി കേസ് കൊടുക്കാനുള്ള കോടതികളൊന്നും 1400 കൊല്ലങ്ങൾക്ക് മുൻപ് അവിടെ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ ജനത, അവിടെയുള്ള ജനത എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ വലിയ വലിയ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, അത് ശീലവും ശൈലിയുമായി കൊണ്ടു നടന്നിരുന്ന ഒരു സമൂഹത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അവിടെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ തങ്ങൾക്ക് ജനിച്ച നാട്ടിൽ നിലയുറപ്പിക്കുവാനും തങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസം വെച്ചു പുലർത്താനും ആ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്ന യുദ്ധങ്ങളെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം, പോരാട്ടങ്ങളെല്ലാം. അല്ലാതെ ഒരാൾ മുശ്രിക്കായി പോയി, ബഹുദൈവ വിശ്വാസിയായി പോയി എന്ന കാരണത്താലല്ല വിശുദ്ധ ഖുർആൻ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നതും യുദ്ധം ചെയ്യാൻ അനുവാദം നൽകിയിട്ടുള്ളത്. ഇങ്ങോട്ട് ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് ആക്രമിക്കാൻ ആവശ്യപ്പെടുന്നത് എന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, അവിടെ പറയുന്നത് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യൂ എന്നല്ല, നിങ്ങളോട് യുദ്ധം ചെയ്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്നാണ്. വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, ദൈവമാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. ആരോട്? നിങ്ങളോട് യുദ്ധം ചെയ്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അതിനോട് ചേർത്ത് വെച്ച് പറയുന്ന കാര്യം വലാ തഅ്തദൂ, നിങ്ങൾ അതിരുകൾ ലംഘിക്കരുത്, അക്രമം കാണിക്കരുത്. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ പോലും നിങ്ങൾ അക്രമം കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അത്തരം ഘട്ടങ്ങളിൽ അക്രമം കാണിക്കുന്നവരെ ദൈവം അല്ലാഹു ഒരിക്കലും സ്നേഹിക്കുകയില്ല, ഇഷ്ടപ്പെടുകയില്ല എന്ന് അല്ലാഹു അതിനോട് ചേർത്ത് പറയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ തന്നെ മറ്റൊരു വാചകമാണ്. നിങ്ങളോട് അക്രമം കാണിച്ച നിങ്ങളെ ആക്രമിക്കുന്നവരെ, അവര് നിങ്ങളെ എപ്രകാരമാണോ ആക്രമിച്ചത് അപ്രകാരം നിങ്ങൾക്കും ആക്രമിക്കാം. വത്തഖുല്ല, അതിരുകൾ ലംഘിക്കരുത്. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അത്തരത്തിലുള്ള മുത്തഖികളെ, ആ മുത്തഖികളോടൊപ്പമാണ് അള്ളാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവിടെയും എന്താ പറയുന്നത്? നിങ്ങളെ ആക്രമിച്ചവരെ നിങ്ങൾക്ക് ആക്രമിക്കാം, അവര് നിങ്ങളെ ആക്രമിച്ചതുപോലെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 9-ാം അധ്യായം സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകം, ഫഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും കാഫ. ഫഖാതിലുൽ മുശ്രിക്കീന കാഫ, നിങ്ങളെ മുശ്രിക്കുകൾ ആക്രമിക്കുന്നത് പോലെ നിങ്ങൾക്ക് അവരെയും ആക്രമിക്കാം. അവിടെയെല്ലാം നിങ്ങളെ ആക്രമിച്ചത് കൊണ്ട് ആക്രമിക്കാനാണ് പറയുന്നത്, അല്ലാതെ അവര് മുശ്രിക്കായതുകൊണ്ട് ആക്രമിക്കാനല്ല പറയുന്നത്.
നിങ്ങളെ ആക്രമിച്ചതുകൊണ്ട് ആക്രമിക്കണം എന്ന് മാത്രമല്ല, ഈ വചനങ്ങളുടെ എല്ലാം അവസാനത്തിൽ അള്ളാഹു ചേർത്ത് വയ്ക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്ക് വത്തഖുല്ലാ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. ഈ യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോഴെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവസാനിപ്പിക്കുന്നത് ആ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടല്ല, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല. അവിടെയെല്ലാം സവിശേഷമായ ചില വാക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിലൊന്നാണ് വലാ തഅതദു, നിങ്ങൾ അക്രമം കാണിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അള്ളാഹു അക്രമം കാണിക്കുന്നവരെ ഇഷ്ടപ്പെടില്ല. നിങ്ങളെ ആക്രമിച്ചവരെ നിങ്ങൾക്ക് ആക്രമിക്കാം. തൊട്ടുടനെ അള്ളാഹ് പറയും വത്തഖുല്ലാ, അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് അക്രമവും കാണിക്കാം എന്നല്ല, അള്ളാഹു നിശ്ചയിച്ച പരിധികൾ ലംഘിക്കാൻ പാടില്ല. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അങ്ങനെ പരിധി ലംഘിക്കാത്ത ആളുകളുടെ ഒപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. ഖാതിലുൽ മുശ്രിക്കീന കാഫ, നിങ്ങളെ ആക്രമിച്ച മുശ്രിക്കുകളെ നിങ്ങൾക്ക് ആക്രമിക്കാം. എന്നിട്ടും തൊട്ടുടനെ അള്ളാഹ് പറയുന്നു വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അറിയണം നിങ്ങൾ അള്ളാഹു മുത്തഖികളുടെ ഒപ്പമാണ്. അത്രയും സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കെ തന്നെയാണ് ഇസ്ലാം വിരോധവും മുസ്ലിം വിരോധവും ഖുർആൻ വിരോധവും തലച്ചോറിൽ കുത്തി നിറച്ച് കളിക്കുടുക്ക വായിക്കുന്ന ലാഘവത്തോടുകൂടി ഖുർആൻ വായിച്ചതിന് ശേഷം ചിഹ്നം വിളിക്കുന്നു, ദേ ഖുർആനിൽ അമുസ്ലിങ്ങളെ കൊല്ലാൻ കൽപ്പിക്കുന്നു, ദേ ഖുർആനിൽ കാഫറുകളെ കൊല്ലാൻ കൽപ്പിക്കുന്നു, ദേ ഖുർആനിൽ മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലാൻ കൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്. ഇത്തരക്കാരുടെ കരണത്തടി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിശുദ്ധ വാചകം വിശുദ്ധ ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം 40-ാമത്തെ വചനം. മുസ്ലിങ്ങളായ നമ്മളും ഇതറിയണം, ഇങ്ങനെയൊക്കെ ഖുർആനിലുണ്ട് എന്ന കാര്യം. ഞാനിത് പറയാൻ കാരണം, ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്ത് ഒരു പള്ളിയിൽ ഒരു ഖുതുബ നിർവഹിക്കുമ്പോൾ ഒരു സന്ദർഭത്തിൽ ഞാൻ ഈ ആയത്ത് ഉദ്ധരിച്ചു. ഖുതുബ എല്ലാം കഴിഞ്ഞ് താഴോട്ടിറങ്ങിയപ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം അത്രക്കും ശ്രദ്ധേയമായ റിലവൻ്റ് ആയിട്ടുള്ള ഒരു വാചകം വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം 40-ാം വചനം. നമ്മൾ അറിയണം ഇങ്ങനെ ഖുർആനിലുണ്ടെന്ന്. ഇത് വിഷയങ്ങളൊക്കെ നമ്മൾ മിമ്പറിൽ പറയുന്നത് മറ്റുള്ളവർക്ക് മറുപടി ആയിട്ടല്ല, മറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആനിൽ മനുഷ്യത്വ വിരുദ്ധമായ ഒന്നുമില്ല എന്ന കാര്യം നമുക്കൊരു ബോധ്യം വേണം. അല്ലെങ്കിൽ നമ്മൾ ആളുകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളൊരു മാപ്പ് സാക്ഷി പോലെ നിൽക്കേണ്ടി വരും. നമുക്ക് തന്നെ ഒരു കോംപ്ലക്സ് നമ്മുടെ മനസ്സിൽ റൈസ് ചെയ്യും. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാ, ഇങ്ങനെയൊക്കെ ആണോ നമ്മുടെ വേദഗ്രന്ഥത്തിലുള്ളത്, നമ്മുടെ മതഗ്രന്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാ, ഇനിയിപ്പോൾ ജനിച്ചു പോയില്ലേ ഇതിനകത്ത് തന്നെ നിൽക്കുക, തൽക്കാലം ഇപ്പം അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് ഒരുതരം അപകർഷതാബോധത്തോടുകൂടി ഒരുതരം കോംപ്ലക്സോടുകൂടി ഒന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. അന്തസ്സോടുകൂടി പ്രൗഢോടുകൂടി ഈ വേദഗ്രന്ഥത്തെ പഠിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും നമ്മൾക്ക് കഴിഞ്ഞാൽ അന്തസ്സോടുകൂടി ഇവിടെ ജീവിക്കാനും സാധിക്കും. അപ്പൊ ആ വാചകം എന്താണെന്നല്ലേ, വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ വചനമാണ്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ الذين أخرجوا من ديارهم بغير حق إلا يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا. ഞാൻ ആമുഖത്തിൽ ഓതിയത് അതാണ്. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, മർദ്ദിതരായ ആളുകൾക്ക് അല്ലാഹു യുദ്ധത്തിന് അനുവാദം നൽകിയിരിക്കുന്നു. മർദ്ദിതരായ ആളുകൾക്ക് അല്ലാഹു യുദ്ധത്തിന് അനുവാദം നൽകിയിരിക്കുന്നു. എന്താ കാരണം? അവർ മർദ്ദിതരാണ്. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ അല്ലാഹു കഴിവുറ്റവനാണ്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, എന്താ അവർ അനുഭവിച്ച മർദ്ദനം, പീഡനം എന്ന് പറയുന്നത് എന്താ? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് അവരെ ആട്ടിപ്പുറത്താക്കപ്പെടുന്നു. അവർ ആട്ടിപ്പുറത്താക്കപ്പെടുന്നു അവരുടെ വീടുകളിൽ നിന്ന്. പിന്നെന്താ? റബ്ബുനല്ലാ, അല്ലാഹുവാണ് ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനും. ഏകനായ ദൈവമാണ് ഞങ്ങളുടെ സസ്റ്റൈനർ. ഏകനായ സർവേശ്വരനാണ് ഞങ്ങളെ സൃഷ്ടിച്ചതും ഞങ്ങളെ സംരക്ഷിക്കുന്നതും
എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ അവർ മർദ്ദിക്കപ്പെടുന്നു, അവർ വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നു, അവർ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മർദ്ദിതരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയും നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, വെറുതെ അങ്ങോട്ട് ആക്രമിക്കുകയല്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിട്ടപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ യുദ്ധാനുമതി നൽകുന്നത്. കാരണം വളരെ കൃത്യമാണ്. മർദ്ദിക്കപ്പെട്ടവരാണ്, വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരാണ്, ദൈവമാണ് ഏകനായ ദൈവമാണ് ഞങ്ങളുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞതാണ് കാരണം. അഥവാ മൗലികാവകാശ നിഷേധമാണ് കാരണം. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഇവിടെ അല്ല, തൊട്ടടുത്ത ഭാഗമാണ്. ഒറ്റ ആയത്താണിത്, രണ്ടായത്തല്ല. പറയുമ്പോൾ രണ്ടായത്തായിട്ട് നമുക്ക് തോന്നുമെങ്കിലും രണ്ടായത്തല്ല, ഒറ്റ വാചകം തന്നെയാണിത്. ആ വാചകത്തിന്റെ ഒരു വാചകത്തിന്റെ രണ്ടാം ഭാഗമാണ് വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദ് ലഹുദ്ദിമത സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീ ഇസ്മുല്ലാഹി കസീറ വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദ്. ചിലരെ കൊണ്ട് ചിലരെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ സവാമിഅ ഇവിടെ തകർക്കപ്പെടുമായിരുന്നു, ബിയഉകൾ ഇവിടെ തകർക്കപ്പെടുമായിരുന്നു, സലവാത്തുകൾ തകർക്കപ്പെടുമായിരുന്നു, മസാജിദുകൾ തകർക്കപ്പെടുമായിരുന്നു. എന്താണ് ഈ സലവാത്ത്, സവാമിഅ, ബിയഅ, മസാജിദ് എന്നൊക്കെ പറയുന്നത്? മസാജിദ് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും, കാരണം മസ്ജിദിന്റെ ബഹുവചനമാണ് മസാജിദ് എന്ന് പറയുന്നത്, പള്ളികൾ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ചിലരെ കൊണ്ട് ചിലരെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ സവാമിഅ തകർക്കപ്പെട്ടു പോകുമായിരുന്നു. എന്താണ് ഈ സവാമിഅ? സവാമിയ മൊണാസ്ട്രീസ് അഥവാ സന്യാസ മഠങ്ങൾ തകർക്കപ്പെട്ടു പോകുമായിരുന്നു. ചിലരെ കൊണ്ട് ചിലരെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചുകൾ തകർക്കപ്പെട്ടു പോകുമായിരുന്നു. ചിലരെ കൊണ്ട് ചിലരെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ സലവാത്തുകൾ അഥവാ ജൂത സിനഗോഗുകൾ തകർക്കപ്പെട്ടു പോകുമായിരുന്നു. ചിലരെ കൊണ്ട് ചിലരെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ മസ്ജിദുകൾ തകർക്കപ്പെട്ടു പോകുമായിരുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ പറയുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന സന്യാസി മഠങ്ങൾ, ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന ചർച്ചുകൾ, ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന സിനഗോഗുകൾ, ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന മസ്ജിദുകൾ ഇവ തകർക്കപ്പെട്ടു പോകുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. ഒരു ജനവിഭാഗത്തെ കൊണ്ട് മറ്റൊരു ജനവിഭാഗത്തെ പ്രതിരോധിച്ച് നിർത്തിയില്ലായിരുന്നുവെങ്കിൽ വിവിധ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു പോകുമായിരുന്നു. ഇതിനർത്ഥം എന്താണ്? ഇത് തകർക്കപ്പെട്ടു പോകരുത് എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നല്ലേ അതിനർത്ഥം. ഒന്ന് ആലോചിച്ചു നോക്കേ, എത്ര മനോഹരമായ ഒരു വാചകമാണത്. നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ആയത്തിന്റെ ഈ ഒരു വാചകത്തിന്റെ ഘടന നോക്കണം. നിങ്ങൾ ആദ്യം പറയുന്ന കാര്യം എന്താണ്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ അവർ ഏകദൈവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കപ്പെടുന്നു, നാട്ടിൽ നിന്ന് ആട്ടിയിറക്കപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധാനുമതി നൽകിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും യുദ്ധം ചെയ്യുന്നത് ആരോടാ? മുശ്രിക്കുകളോടാണ്. അവിടത്തെ ഇവരെ ആട്ടിയിറക്കുന്ന മുശ്രിക്കുകളോടാണ് യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്യുന്നത് മുസ്ലിങ്ങൾ, പിന്നെ യുദ്ധാനുമതി നൽകിയിട്ടുള്ളത് മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തു മുശ്രിക്കുകളോടും, അതുപോലെ തന്നെ അവരെ നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ള ആളുകളോടും. സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത വാചകത്തിൽ അല്ലാഹു പറയേണ്ടത് എന്താണ്? തൊട്ടടുത്ത വാചകത്തിൽ പറയേണ്ടത്, സ്വാഭാവികമായിട്ടും പറയേണ്ടത്, ഞാൻ പറയുന്നു, മുഹമ്മദ് നബിയാണ് ഇത് കെട്ടിയുണ്ടാക്കിയതെങ്കിൽ ഒരു പക്ഷേ തൊട്ടടുത്ത വാചകം ഇങ്ങനെയായിരിക്കും: ഒരു ജനവിഭാഗത്തെ മറ്റൊരു ജനവിഭാഗത്തെ കൊണ്ട് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവനാമം ധാരാളമായി സ്മരിക്കുന്ന മസ്ജിദുകൾ തകർക്കപ്പെടുമായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ തൊട്ടടുത്ത വാചകമായി വരേണ്ടത്. കാരണം എന്താ? ഇവിടെ മുസ്ലിങ്ങൾ മറ്റുള്ളവരോടാണ് യുദ്ധം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ തകർക്കപ്പെടാൻ സാധ്യത എന്താ? മസ്ജിദാണ്. അപ്പൊ നിലനിൽക്കണമെന്ന് പറയേണ്ടത് എന്താ? മസ്ജിദാണ്. അപ്പൊ ഇങ്ങനെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ മസ്ജിദുകൾ ഇവിടെ നിലനിൽക്കൂലായിരുന്നു എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയേണ്ടിയിരുന്നത്. അതിന് പകരം
യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞ് തൊട്ടുടനെ പിന്നെ പറയുന്നത് എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങൾ ഇവിടെ തകർക്കപ്പെടരുതെന്നുള്ള പറയുന്നത്. ഇങ്ങനൊരു വാചകം ഖുർആനിലുണ്ട്. ആ വാചക ഘടനയിൽ വരുന്ന ആ അടുപ്പം, ഇഴയടുപ്പം നമ്മളൊന്ന് ആലോചിക്കണം. അല്ല പറയേണ്ടത് മറിച്ചായിരുന്നു. അതിന് പകരം അല്ല പറയുന്നത് എന്താ? ആരാധനാലയങ്ങളുടെ കാര്യം വന്നപ്പോൾ മസ്ജിദ് എന്ന് മാത്രം പറയാതെ സിനഗോഗുകളെ കുറിച്ച് പറയുന്നു. അത് ജൂയിഷ് പ്ലേസ് ഓഫ് വർഷിപ്പാണ്, അഥവാ ജൂതന്മാരുടെ ആരാധനാലയമാണ്. മുസ്ലിങ്ങളുടെ മസ്ജിദ് എന്ന് പറയുന്ന പോലെ ജൂതന്മാരുടെ ആരാധനാലയമാണ് സിനഗോഗുകൾ. മുസ്ലിങ്ങളുടെ മസ്ജിദ് എന്ന് പറയുന്ന പോലെയാണ് പിന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചർച്ചുകൾ, സന്യാസി മഠങ്ങൾ. ഇതൊന്നും മുസ്ലിങ്ങളുടെ ആരാധനാലയം അല്ല. മുസ്ലിങ്ങളുടെ ആരാധനാലയം മസ്ജിദ് മാത്രമാണ്. എന്നിട്ടും പടച്ച തമ്പുരാൻ പറയുന്നത്, ചിലരെ കൊണ്ട് ഞാൻ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ മസ്ജിദുകൾ മാത്രമല്ല, ദൈവനാമം ധാരാളമായി സ്മരിക്കുന്ന മഠങ്ങൾ, ചർച്ചുകൾ, സിനഗോഗുകൾ, മസ്ജിദുകൾ തകർക്കപ്പെട്ടു പോകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എത്രമാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവരെ കൊല്ലാൻ പറഞ്ഞിട്ടും പിന്നെ അവരുടെ ആരാധനാലയം തകർക്കപ്പെടരുതെന്ന് പറയോ? അവരെ കൊല്ലാൻ പറയുന്നു എന്നാണല്ലോ ഇവർ പറയുന്നത്. അമുസ്ലിങ്ങളെ കൊല്ലാൻ പറയുന്നു, ക്രിസ്ത്യാനികളെ കൊല്ലാൻ പറയുന്നു, ഹിന്ദുക്കളെ കൊല്ലാൻ പറയുന്നു, ജൂതന്മാരെ കൊല്ലാൻ പറയുന്നു എന്നാണല്ലോ ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ കൊല്ലാൻ പറയുന്ന ഒരു വേദം പിന്നെ അവരെന്ത് കാരണത്താലാണോ കൊല്ലാൻ പറയുന്നത് ആ കാരണം തല ഉയർത്തി ഇവിടെ നിന്നോട്ടെ എന്ന് പറയോ? പറയില്ലല്ലോ. അല്ല, ഒരിക്കലും പറയില്ല. മറിച്ച് അല്ല പറയുന്നത് അതൊക്കെ ഇവിടെ തല ഉയർത്തി നിൽക്കേണ്ടത് തന്നെയാണ്, തകർക്കപ്പെടേണ്ടതല്ല, തല ഉയർത്തി നിൽക്കേണ്ടതാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തെയാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് ഉയർത്തി കാണിക്കുന്നതാണ്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന മതസ്വാതന്ത്ര്യം, അതൊക്കെ അതോടെ നിലനിൽക്കണം. അതിന് ശരിയുണ്ടാകാം, ശരികേടുണ്ടാകാം, പക്ഷേ അതൊക്കെ ഇവിടെ നിലനിൽക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ ചൂണ്ടേണ്ട മറ്റൊരു സംഗതി, അത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ മലയാള പരിഭാഷകളും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ദൈവനാമം സ്മരിക്കുന്ന ആരാധനാലയങ്ങൾ എന്നാണ് പറയുന്നത്. ദൈവനാമം സ്മരിക്കുന്ന സന്യാസി മഠങ്ങൾ, ദൈവനാമം സ്മരിക്കുന്ന സിനഗോഗുകൾ, ദൈവനാമം സ്മരിക്കുന്ന ചർച്ചുകൾ, അതിൻ്റെ കൂട്ടത്തിലാണ് ദൈവനാമം സ്മരിക്കുന്ന പള്ളികൾ, മസ്ജിദുകൾ എന്ന് പറയുന്നത്. അതൊരു ഘട്ടത്തിൽ ഞാൻ വിശദമായി പറഞ്ഞ ഒരു സംഗതി കൂടിയാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥം ഒരു കാരണവശാലും ഒരാൾ ബഹുദൈവ വിശ്വാസിയായിപ്പോയി, ഒരാൾ ത്രിത്വ വിശ്വാസിയായിപ്പോയി എന്ന കാരണത്താൽ അയാളെ കൊല്ലാൻ പറയില്ല. ഖുർആൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാചകങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇങ്ങനെയുള്ള വാചകങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടെന്ന് ചുരുങ്ങിയത് മുസ്ലിങ്ങളെങ്കിലും, മുസ്ലിങ്ങളായ നമ്മളെങ്കിലും അറിയണം ഇങ്ങനെയുള്ള വാചകം ഖുർആനിലുണ്ട് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ വാചകം അവരുടെ കരണത്തടിയാണ്, എക്സ് മുസ്ലിംസിന്റെ കരണത്തടിയാണ്. ഇസ്ലാമിന് നേരെ ചിഹ്നം വിളിക്കുന്ന ആരായാലും അവരുടെ കരണത്തടി നൽകുന്ന, അവർക്ക് കരണത്തടി നൽകുന്ന ഒരു വചനമാണിതെന്ന് മാത്രമല്ല, അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വചനം വിശുദ്ധ ഒരു ബെഞ്ച് മാർക്ക് കൂടിയാണ്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള, ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബെഞ്ച് മാർക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ആവർത്തിച്ചത് ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ഖുർആൻ പഠിക്കണം. നമ്മൾക്ക് മനുഷ്യർക്ക് ദിശാബോധം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ വേദഗ്രന്ഥം നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇത്തരം വാചകങ്ങൾ പഠിക്കുകയും ഇസ്ലാമിനെ തന്നെ, വിശുദ്ധ ഖുർആനിനെ തന്നെ മൊത്തത്തിൽ ഒന്ന് വൈജ്ഞാനികമായി മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കപ്പെടുന്നു, ഇസ്ലാം വെല്ലുവിളിക്കപ്പെടുന്നു, അഥവാ ഇസ്ലാം പേടി ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, ഖുർആൻ പേടി ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു മുസ്ലിം പേടി, മുസ്ലിം ഭയം ഇവിടെ സൃഷ്ടിക്കാൻ വളരെ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും നമുക്ക് ഖുർആൻ എന്താണെന്ന് പഠിക്കാൻ സമയം ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ, അതിന് നമ്മൾ ഈ ലോകത്തും നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മുമ്പിലും കനത്ത വിലയൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.